ഹായ് ഹലോ നമസ്കാരം. വി ആർ ഹാപ്പി വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ് കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന മൈസൂർ ചീര, പ്രഷർ ചീര എന്നൊക്കെ പറയണ ചീരയാണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ചീര ചെറുതാക്കി അരിഞ്ഞ് കഴുകി അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടത്. അപ്പോൾ നമുക്കിനി ചീരത്തോരൻ ഉണ്ടാക്കാൻ നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരത്തോരനാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു സവാളയും 2-3 പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ. അത് കുറച്ച് സ്പീഡിലാണ് ഞാൻ പറയണതും ചെയ്യണതൊക്കെ ഒന്ന് സ്പീഡിലാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ ബോറടിക്കുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ച ചീര ഇട്ട് കൊടുത്തു. ഇനി അതൊരു 10-15 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ആവിയിൽ ഇരുന്നിട്ട് തന്നെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം ഇലയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഉപ്പ് അധികം ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമുക്ക് പോരെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ഉപ്പൊന്ന് പിടിക്കട്ടെ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 10-15 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് തന്നെ ചെറിയ തീയിൽ ഇട്ട് വേവിക്കാം. കാരണം ചീരയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളൊരു ചീരയാണ്. അപ്പോൾ അടച്ച് വെച്ച് 10-15 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് ഇളക്കിയിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ അടച്ച് വെച്ചപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അത് മൊത്തമായിട്ടൊന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് നമുക്കത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. പറയാൻ മാത്രമില്ല, എന്നാലും അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഉണ്ടായിരിക്കും അതിൽ. ഇനി അതിലേക്ക് 2 പിടി തേങ്ങ ചിരകിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിന് നാളികേരം കൂടി ഇട്ട് ഇളക്കി നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാ. ആ നാളികേരം സെറ്റ് ആവണ വരെ നമുക്ക് ചെറിയ തീയിൽ കിടന്നോട്ടെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരനാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് കൂട്ടി തന്നെ നമുക്ക് കറിയൊന്നും വേണ്ട, ഇത് കൂട്ടി തന്നെ നമുക്ക് ചോറുണ്ണാം. Thank you for watching.